ഹലോ, അസ്സലാമു അലൈക്കും. എജാലിൻ കോച്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക് സ്റ്റിച്ചായ ഹാഫ് ഡബിൾ ക്രോഷയാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇനി ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് ഈ മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് ചുറ്റിയിട്ട് ഇങ്ങോട്ട് വലിക്കാം. അപ്പോൾ ഇവിടെ 3 ലൂപ്പുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ചുറ്റിയിട്ട് 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് കൊടുക്കുക. ഒന്ന് യാൺ ഓവർ ചെയ്യുക, അടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് വലിക്കുക, പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷേ. ഹാഫ് ഡബിൾ ക്രോഷേൻ്റെ ലെങ്ത്ത് വരുന്നത് 2 സ്റ്റിച്ചിൻ്റെ ലെങ്ത്താണ്. നമ്മൾ സിംഗിൾ ക്രോഷേ പഠിച്ചപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ലെങ്ത്താണ് അതുണ്ടായിരുന്നത്. ഈ ഹാഫ് ഡബിൾ ക്രോഷേൻ്റെ ലെങ്ത്ത് പറഞ്ഞത് 2 ചെയിൻ സ്റ്റിച്ചിൻ്റെ വലുപ്പമാണ് ഉണ്ടാവുക. ഇനി നമുക്കിതിൻ്റെ ഷോർട്ട് ഫോമും അതിൻ്റെ സിമ്പിൾസും ഒന്ന് നോക്കാം. ഹാഫ് ഡബിൾ ക്രോഷയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം HDC എന്ന് വരും. അതിൻ്റെ സിമ്പിൾസ് നമ്മൾ T എഴുതുന്ന പോലെയാണ് വരിക. അപ്പോൾ നമ്മളിത് ഒരു വരി ഫുള്ളായിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി എങ്ങനെ ചെയ്യാമെന്ന് ഈ പിക്ചറിലുള്ള പോലെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഹാഫ് ഡബിൾ ക്രോഷേൻ്റെ ലെങ്ത്ത് 2 ചെയിൻ സ്റ്റിച്ചിൻ്റെ വലിപ്പമുള്ളത്. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ചെയിനിലേക്ക് ഇട്ട് കൊടുക്കുക, ഒന്ന് വലിക്കുക, യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ വരി ഫുള്ളായിട്ടുണ്ട്. ഇനി 2 ചെയിൻ സ്റ്റിച്ച് ഇടുക, തിരിച്ചിട്ട് തൊട്ടടുത്തുള്ള ചെയിനിൽ മുതൽ അതുപോലെ തന്നെ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. ഇനി ഇത് വെച്ചിട്ടുള്ളൊരു വർക്ക് കാണിക്കാം. ഈ ബോ ഹാഫ് ഡബിൾ ക്രോഷേയും സിംഗിൾ ക്രോഷേയും മാത്രം വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ടിടാം. ഇതിൽ തന്നെ ആകുമ്പോൾ വീഡിയോ ലെങ്തി ആവും. അപ്പോൾ ഓക്കെ, ബൈ.